21 ലക്ഷം ഉറുപ്പ്യൻ്റെ വണ്ടി ഇവർ പിടിച്ചു കൊണ്ടുപോയിട്ട് 16 ലക്ഷം ഉറുപ്പ്യക്ക് ഇവർ ലേലം ചെയ്യുമ്പോൾ ബാക്കി എമൗണ്ട് ഇവൻ്റെ വീട്. മൻസൂർക്ക ചാവി കിട്ടിയിരിക്കണ്. ചാവിത എൻ്റെ കൈമലുണ്ട്. ഞാൻ അതാ വണ്ടീൻ്റെ അടുത്തേക്ക് പൈസ കെട്ടിയിട്ട് നടന്ന് പോവാണ്. പിന്നെ 177 ഉറുപ്പ്യ വെച്ചിട്ട് 53 ദിവസത്തേക്ക് പിന്നെ 9380 ഉറുപ്പ്യ ഒരു വാങ്ങിക്കണേ. നമ്മളെ മുത്ത് കിടക്കണുണ്ട് നിങ്ങൾ ഒന്ന് സ്റ്റാർട്ടാക്കട്ടെ, എന്നാലേ ഇപ്പോൾ ഒരു സമാധാനം കിട്ടുള്ളൂ. ഇവർക്ക് ഈ വണ്ടിന്റെ ഉടമസ്ഥന് വരുന്ന സിബിൽ സ്കോർ എന്റെ അനുഭവം ഇന്നൊക്കെ ഇന്ത്യയിൽ ഒരു ലോൺ കിട്ടില്ല. ഈ പേപ്പർ ശരിക്കും വണ്ടി അടവ് തെറ്റി പിടിച്ചു കൊണ്ടുപോയി, ആ പിടിച്ചു കൊണ്ടുപോയിട്ട് ഗുണ്ടായിസം കളിച്ച് പിടിച്ചു കൊണ്ടുപോയി. ആ പിടിച്ചു കൊണ്ടുപോയ അതേ ആളുകൾക്കെതിരെ തന്നെ കോടതി ഇട്ട പേപ്പറാണിത്. ആരുടെങ്കിലും വണ്ടി അടവ് വെച്ചിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റഹ്മാൻ പത്രിപ്പാലിനെ വിളിക്കാം. കാര്യം വണ്ടി ഇറക്കാവുന്നതാണ്. കാര്യം കോടതി വിധി ശരിക്കും മണപ്പുറം ഫിനാൻസിനെതിരെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ടോട്ടലി ഈ വാഹനത്തിന്റെ അടവ് വരുന്നത് 2,10,000 രൂപ. ഈ വണ്ടി പിടിക്കുമ്പോൾ 3 അടവായിട്ടുള്ളൂ. ഈ 3 അടവില് ഇവൻ വണ്ടി പിടിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് നോട്ടീസ് കൊടുക്കുക, വേറൊരു മെസ്സേജ് കൊടുക്കുക, ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല. നമ്മളെ സംസ്ഥാനത്ത് ഇപ്പം ഞാൻ 3 വണ്ടി എടുക്കുന്നവനാണെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ചെയ്യില്ല. കാരണം എനിക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് ഒരു ആനുകൂല്യം തരുന്നില്ല. കാരണം ടാക്സിൽ വർധനവ്. എനിക്ക് കർണാടകയിൽ ഒരു വർഷം എനിക്ക് 18,000 ഉറുപ്പ്യ വേണമെങ്കിൽ ഇവിടെ 22 ചില്ലറയും വേണം. ഒരു ടോള് കഴിഞ്ഞ് 2ാമത്തെ ടോളിലേക്ക് എത്തുമ്പോൾ അവിടെ ഫിനാൻസിൻ്റെ ആൾക്കാർ നിൽക്കുകയാണ്. ഈ വണ്ടിനെ ട്രാക്ക് ചെയ്തിട്ട് മാത്രം തെറ്റിയ 3 അടവ്. അതുകൂടാണ്ട് ഡബിള് അടവിൻ്റെ പൈസ സ്റ്റോക്ക് അഡ്വാൻസ് ആയിട്ട് കെട്ടണം. വണ്ടി പിടിച്ച പൈസ മറ്റേ ഇതുവരെയുള്ള എല്ലാം കെട്ടിയാലേ നിങ്ങൾക്ക് വണ്ടി തരുള്ളൂ. ഈ വണ്ടി കച്ചവടക്കാർ ഈ വണ്ടി പിടിച്ച പാടന്നെ 3ന്റെ അന്നാണ് വണ്ടി കച്ചവടക്കാർ വിളിക്കുന്നത്. ഇത് ഒരു നിസ്സാര അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു നിഗൂഢത അതിലെന്താന്ന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചപ്പാട് പറയാണ്. ഒരു വീട് ജപ്റ്റ് ചെയ്യുമ്പോൾ അത് ലേലത്തിന് വെക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനക്ക് ബാങ്കിന് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ കൂടുതൽ അതിൻ്റെ മാർക്കറ്റ് വില വെച്ചിട്ടാണ് ലേലം ചെയ്യൽ. എന്തുകൊണ്ടാണ് ഈ മോട്ടോർ വാഹനത്തിൽ ചെയ്യാത്തത്? അതുകൂടാണ്ട് വീടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഇവർക്ക് കൊടുത്തിക്കുന്നത് ഇത് അറ്റാച്ച് ചെയ്യുക. ദുനിയാവിൻ്റെ അറ്റം മതിയാവില്ല. നമുക്ക് പാസ്പോർട്ട് കൊണ്ട് ഇത് പേടിച്ചിട്ട് ഓടാൻ പറ്റുമോ? എത്ര കാലം ഈ നാട് വിട്ടിട്ട് പോകാൻ പറ്റും? വണ്ടി പിടിക്കുന്ന കർണാടകയിലും മഹാരാഷ്ട്രയിലും ആണെങ്കിൽ അവിടുന്ന് പണിക്കാർ ഒന്നില്ലെങ്കിൽ വാഴക്കുളത്തുനിന്നോ അല്ലെങ്കിൽ അടുത്ത പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്നോ പണിക്കാർ വന്നിട്ട് വേണം ഈ ലോഡ് മാറ്റി കയറ്റണമെങ്കിൽ ഉറുപ്പ്യ 10-20,000 ഉറുപ്പ്യ ചിലവാ. നമസ്കാരം. ലോറി പ്രസ്ഥാനം എന്ന് പറയുന്ന സംഭവം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോവുകയാണ്. ഒന്ന് കിടന്നുറങ്ങാൻ പോലും, ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും സൗകര്യമൊരുക്കാത്ത സർക്കാരുകൾക്കെതിരെ വലിയ രീതിയിലേക്ക് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഫിനാൻസ് പിടിക്കുന്ന, അതായത് ഫിനാൻസുകാർ, ബാങ്കുകാർ ഓടിച്ചിട്ട് പിടിക്കുക, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓടിച്ചിട്ട് പിടിക്കുക എന്നുള്ളതിന് ഒരു തടയണ ഇട്ടേക്കാണ് ശരിക്കും റഹ്മാൻ പത്രിപ്പാല. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു വണ്ടി പിടിച്ചു കൊണ്ടുപോയി തിരിച്ച് റിലീസ് ചെയ്ത പേപ്പറാണ്. ഇതെന്താണ് സംഭവം എന്ന് പറയാം. ഇത് വന്നിട്ട് ഡിസംബറിൽ നമ്മളൊരു സുഹൃത്തുണ്ട് കോഴിക്കോടുള്ള, മൻസൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഞാൻ ഈ വീഡിയോകളിലൊക്കെ കണ്ടിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി. അദ്ദേഹം എൻ്റെ അടുത്തൊരു പരാതിയായിട്ട് ഒരു സങ്കടം ബോധിപ്പിച്ചു. എൻ്റെ വണ്ടികളുടെ അവസ്ഥ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അറിയിച്ചിട്ടുള്ള, എന്നെ പൂട്ടിക്കെട്ടിയത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാരല്ല. അപ്പോൾ ഒരുത്തൻ സങ്കടം പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സെനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞു നോക്കുമ്പോൾ 3 അടവ് തെറ്റിയിട്ടുള്ളൂ. 3 അടവ് തെറ്റുമ്പോൾ തന്നെ വീട്ടിലേക്ക് പോയിട്ട് ബാങ്കുകാർ ശല്യപ്പെടുത്തുക, അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുക. അദ്ദേഹം സുഖമില്ലാണ്ട്, കാലിന് സുഖമില്ലാണ്ടായിട്ട് 3 മാസം കടപ്പിലായിരുന്നു. പക്ഷേ ഇത് ബാങ്കിന് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ ബാങ്കുകാർക്ക് ഇവരെ ഒപ്പിട്ട് കൊടുക്കുന്ന, അതായത് 101 ഒപ്പിടുന്നുണ്ടെങ്കിൽ 101 വകുപ്പുകളിലാണ് ഇവർ ഒപ്പിട്ട് കൊടുക്കുന്നത്. എല്ലാ നിയമങ്ങളും അതിലുണ്ട്. പക്ഷെ അതാരും വായിച്ചു നോക്കാറില്ല ഈ ഫിനാൻസിൻ്റെ ബുക്കിൽ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് പട്ന ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകർപ്പ് ഞാൻ ഈ ലോറിക്കാരൻ്റെ എന്ത് വിഷയവും കണ്ടാലും ഞാനത് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പട്ന ഹൈക്കോടതിയിൽ അതിലെ നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട കോടതിൻ്റെ നിരീക്ഷണം അനിവാര്യമാണെന്നുള്ള എനിക്ക് മനസ്സിലായി. അതായത് ഫിനാൻസ് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഫിനാൻസ് സംബന്ധമായിട്ട് മൊറട്ടോറിയം കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങൾ അന്യ സംസ്ഥാന, കേരളത്തിൽ നിന്ന് ലോഡ് കയറ്റി പോകുന്ന വണ്ടികളിലൊക്കെ അന്യ സംസ്ഥാനത്ത് വെച്ചിട്ട് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ആ വണ്ടിയിലുള്ള ലോഡ് മാറ്റി കയറ്റിയിട്ട് എത്രയോ പാവങ്ങളെ ഒരു ദിവസം തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ പട്ന ഹൈക്കോടതിൻ്റെ നമ്മളൊരു സുഹൃത്തുണ്ട്, ഒരു വക്കീലുണ്ട്, അദ്ദേഹവുമായിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ 4 വണ്ടികൾ ഇതുപോലെ റിലീസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 4 വണ്ടിൻ്റെ 3 ആൾക്കാർക്കും
ഈ ഒരു സംഭവം പുറത്ത് കാണിക്കാൻ, അതായത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഇതാക്കിയിട്ട് മാറ്റൂലേ എന്നുള്ളതുകൊണ്ട് അവരുടെ സമ്മർദ്ദം കാലം കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല. ഇതെന്തായാലും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീതിയുണ്ട്, നിയമവ്യവസ്ഥ ഉണ്ട്. നമ്മളെ കോടതി എന്നും നമ്മളെ ഭാഗത്തേ നോക്കുള്ളൂ. ഒരു ഉപഭോക്താവിന് വേണ്ട എല്ലാ ന്യായങ്ങളും കോടതി, അതായത് ഫിനാൻസ് ആയിക്കോട്ടെ, വാഹന ഷോറൂം ആയിക്കോട്ടെ, ആരുമാവട്ടെ, ഉപഭോക്താവിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കോടതി കയറി കഴിഞ്ഞാൽ നമുക്ക് നീതി മേടിക്കാന്നുള്ളത്. ഈ പേപ്പർ ശരിക്കും വണ്ടി അടവ് തെറ്റി പിടിച്ചു കൊണ്ടുപോയി, ആ പിടിച്ചു കൊണ്ടുപോയിട്ട് ഗുണ്ടായിസം കളിച്ച് പിടിച്ചു കൊണ്ടുപോയി, ആ പിടിച്ചു കൊണ്ടുപോയ അതേ ആളുകൾക്കെതിരെ തന്നെ കോടതിയിട്ട പേപ്പറാണിത്. അതായത് നിങ്ങൾ അടയ്ക്കാനുള്ള പകുതി പണം വാങ്ങി വെക്കുക, ബാക്കിയുള്ളത് 6 മാസത്തിനുള്ളിൽ അടയ്ക്കാം. ടോട്ടലി ഈ വാഹനത്തിന്റെ അടവ് വരുന്നത് 2,10,000 രൂപ. ഈ വണ്ടി പിടിക്കുമ്പോൾ 3 അടവായിട്ടുള്ളൂ. ഈ 3 അടവില് ഇവൻ വണ്ടി പിടിക്കണതിൻ്റെ മുമ്പ് എനിക്ക് നോട്ടീസ് കൊടുക്കുക, വേറൊരു മെസ്സേജ് കൊടുക്കുക, ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല. വണ്ടി അന്യ സംസ്ഥാനത്ത് മൈസൂർ പോയി ലോഡ് ഇറക്കി അടുത്ത ടോളിലേക്ക് പോകുമ്പോൾ ഇപ്പം ഈ GPS എല്ലാം പറയണം, ജനങ്ങളറിയാം. ഈ GPS സംവിധാനം സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നത്. എനിക്കൊരു ഡൗട്ട്, ഇത് ഫിനാൻസ് സംബന്ധമായിട്ട് അവർക്ക് ഈ വണ്ടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് എൻ്റെ കണ്ടുപിടുത്തം. കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ടുപിടുത്തല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഒരു ടോള് കഴിഞ്ഞ് 2ാമത്തെ ടോളിലേക്ക് എത്തുമ്പോൾ അവിടെ ഫിനാൻസിൻ്റെ ആൾക്കാർ നിൽക്കുകയാണ് ഈ വണ്ടിനെ ട്രാക്ക് ചെയ്തിട്ട് മാത്രം. അതെങ്ങനെ അവരറിയുന്നത്? ഈ GPS-ൻ്റെ സംവിധാനം അല്ലാണ്ട് അത് അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ ഫിനാൻസിന് ഏറ്റവും കൂട്ടായിട്ടാണ് GPS വന്നിട്ടുള്ളത്. അങ്ങനെ ഈ 3 അടവിൽ വരെ ഒരു ഇതും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിലവുണ്ട് ഇതിന്. ഹൈക്കോടതി കാരണം ഈ ചിലവുണ്ട്. അവരിപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിയ 3 അടവ്, അതുകൂടാണ്ട് ഡബിൾ അടവിൻ്റെ പൈസ സ്റ്റോക്ക് അഡ്വാൻസ് ആയിട്ട് കെട്ടണം, വണ്ടി പിടിച്ച പൈസ ഇതുവരെയുള്ള എല്ലാം കെട്ടിയാലേ നിങ്ങൾക്ക് വണ്ടി തരുള്ളൂ, ഇല്ലേ നിങ്ങൾ ആർച്ച് ഓണർ മാറ്റിക്കോളി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആ സുഹൃത്തിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞു. ഈ വണ്ടി കച്ചവടക്കാർ ഈ വണ്ടി പിടിച്ച പാടന്നെ 3ന്റെ അന്നാണ് വണ്ടി കച്ചവടക്കാർ വിളിക്കുന്നത്. ഇത് ഒരു നിസ്സാര അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു നിഗൂഢത അതിലെന്താന്ന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചപ്പാട് പറയുന്നത്. ഇപ്പോൾ ഓരോ ഫിനാൻസിന്റെ ബാങ്ക് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ഇതിന്റെ മാനേജർമാർക്ക് ഈ പുറത്തുള്ള വണ്ടി കച്ചവടക്കാർ അങ്ങനെ തന്നെ പറഞ്ഞ ഈ ചെറ്റകളാണ് കഴുകന്മാർ. സർക്കാരിനതിന് വിമർശിച്ചൊരു കാര്യമൊന്നുമില്ല. എന്നാൽ ഈ വണ്ടി ഇവർ പിടിക്കാൻ പോകുമ്പോൾ വണ്ടിൻ്റെ മാർക്കറ്റ് വിലക്ക് വണ്ടി കച്ചവടം, ഒരു വീട് ജപ്റ്റ് ചെയ്യുമ്പോൾ അത് ലേലത്തിന് വെക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനക്ക് ബാങ്കിന് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ കൂടുതൽ അതിൻ്റെ മാർക്കറ്റ് വില വെച്ചിട്ടാണ് ലേലം ചെയ്യൽ. എന്തുകൊണ്ടാണ് ഈ മോട്ടോർ വാഹനത്തിൽ ചെയ്യാത്തത്? ഞാൻ പറയണത് മനസ്സിലായി. 21 ലക്ഷം ഉറുപ്പ്യൻ്റെ വണ്ടി ഇവർ പിടിച്ചു കൊണ്ടുപോയിട്ട് 16 ലക്ഷം ഉറുപ്പ്യക്ക് ഇവർ ലേലം ചെയ്യുമ്പോൾ ബാക്കി എമൗണ്ട് ഇവൻ്റെ വീട് എനിക്ക് ഈ വണ്ടിൻ്റെ ഉടമസ്ഥന് വരുന്ന സിബിൽ സ്കോർ, എൻ്റെ അനുഭവം ഇന്നൊക്കെ ഇന്ത്യയിലൊരു ലോണ് കിട്ടില്ല. സിബിൽ സ്കോർ, അതുകൂടാണ്ട് വീടുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് അറ്റാച്ച് ചെയ്യുക. ദുനിയാവിൻ്റെ അറ്റം മതിയാവില്ല. നമുക്ക് പാസ്പോർട്ട് കൊണ്ട് ഇത് പേടിച്ചിട്ട് ഓടാൻ പറ്റുമോ? എത്ര കാലം ഈ നാട് വിട്ടിട്ട് പോകാൻ പറ്റും? ഇതുപോലെ ഒരുപാടെണ്ണം പാവങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തി കൊടുത്തിട്ടും ഫിനാൻസുകാർ കുടിച്ചിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പാസ്പോർട്ട് എടുത്തിട്ട് ഇന്ന് കുറേ പാവങ്ങൾ ഗൾഫിൽ കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ, ഞാനിതിപ്പോൾ ഓടാൻ നിന്നാലും ഞാൻ ഓടൂല. കാരണം എനിക്ക് സമ്പാദ്യത്തിന് ആഗ്രഹമല്ല. സമ്പാദ്യത്തിന് ആഗ്രഹം ഉണ്ടല്ലേ നമ്മളിനി പാസ്പോർട്ട് പുതുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കാനുള്ള വഴി കണ്ടെത്തുക. നാട് ഓടുമ്പോൾ നടുവ് കൂടെ ഓടുക. അപ്പോൾ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ള വിധിയിൽ വന്നിട്ട് അതാണ് ഇതിൽ ഭയങ്കര രസമായിട്ടുള്ളത്. ഈ പറഞ്ഞ 2,10,000-ൽ 1.5 കൊടുക്കണം. ബാക്കിയുള്ള പൈസ 6 ഗഡുക്കളായിട്ട് 6 അടവിൻ്റെ ഒപ്പം ചേർത്തി കയറ്റാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒരു വിധിൻ്റെ കയ്യിൽ കിട്ടിയത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പേര് മണപ്പുറം ഫിനാൻസ് ആണ്. ഈ മണപ്പുറം ഫിനാൻസ് എന്ന് മാത്രമല്ല, ഒരുവിധം ബാങ്കുകളും ഫിനാൻസുകളും കേരളത്തിൽ ഫിനാൻസ് കൊടുത്ത അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന എല്ലാ വണ്ടിക്കാരൻ്റെയും ദുരന്തമാണ് ഞാൻ പറയുന്നത്. ഒരു വണ്ടി പൈനാപ്പിൾ മാറ്റി കയറ്റണമെങ്കിൽ വണ്ടി പിടിക്കുന്ന കർണാടകയിലും മഹാരാഷ്ട്രയിലും ആണെങ്കിൽ അവിടുന്ന് പണിക്കാർ ഒന്നില്ലെങ്കിൽ വാഴക്കുളത്തുനിന്നോ അല്ലെങ്കിൽ അടുത്ത പൈനാപ്പിൾ മാർക്കറ്റിൽ നിന്നോ പണിക്കാർ വന്നിട്ട് വേണം ഈ ലോഡ് മാറ്റി കയറ്റണമെങ്കിൽ ₹10,000-20,000 ചിലവാ. ഈ വണ്ടിൻ്റെ ഓണറാണ് ഇത് കൊടുക്കുന്നത്. ഇവർക്കിത് ആദ്യം ലീഗലായിട്ട് ഇവരെന്തുകൊണ്ട് ചെയ്യും? ഇനിയിപ്പോൾ ലീഗലായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വാഹന ഉടമക്ക് ലീഗലായിട്ട് അവർ വന്ന് വണ്ടി അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമ്മതിക്കാം. ആരെങ്കിലും വണ്ടി അടവ് തെറ്റിയിട്ട്
പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ റഹ്മാൻ പത്രിപ്പാലിനെ വിളിക്കാം. കാര്യം വണ്ടി ഇറക്കാവുന്നതാണ്. കാര്യം കോടതി വിധി ശരിക്കും മണപ്പുറം ഫിനാൻസിനെതിരെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇത്തരം രീതിയിലേക്ക് പകുതി അടവടച്ച് ബാക്കിയുള്ള അവർക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ കൊടുക്കുകയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റഹ്മാൻ പത്രിപ്പാലിനെ വിളിക്കാം. അത് കൂടാണ്ടൊക്കെ പറ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കണ്ണീര് പറഞ്ഞ് ഈ അടവടക്കാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. അതിലൊന്ന് വന്നിട്ട് നമ്മളെ സംസ്ഥാനത്ത് ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മളെ സംസ്ഥാന ഗവൺമെൻറ്, അതായത് ഞാൻ രാഷ്ട്രീയത്തിനെതിരും വിമർശിക്കാൻ വരുന്ന ആളൊന്നുമല്ല, നമ്മളുള്ള കാര്യം തുറന്നു പറയാം. അതായത് ഈ ലോറി ഗൂഡ്സ് കാരിയറിൻ്റെ അടുത്ത് നിന്ന് മാസം ക്ഷേമനിധി 3 മാസം കൂടുമ്പോൾ ക്ഷേമനിധി ടാക്സ് കിട്ടുമ്പോൾ ഗൂഡ്സ് കാരിയറിൽ നിന്ന് മേടിക്കുന്നുണ്ട്, ബസ്സിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അത് മറ്റേ ട്രാൻസ്പോർട്ടാണ്, ഓട്ടോറിക്ഷയിൽ നിന്ന് മേടിക്കേണ്ട എല്ലാം. ഈ ബസ്സിന് വാടക വർദ്ധിപ്പിക്കുന്നത് സർക്കാരാണ്. കിലോമീറ്റർ വാടക, പോയിന്റ് വാടക നിശ്ചയിക്കുന്നത് സർക്കാരാണ്. ഓട്ടോറിക്ഷയ്ക്ക് കിലോമീറ്റർ വാടക നിശ്ചയിക്കുന്നത്, ആൾട്ടിയും വാടക നിശ്ചയിക്കുന്നത് സർക്കാരാണ്. അതുപോലെ തന്നെ ടാക്സിക്കും കിലോമീറ്റർ വാടകയും ആൾട്ടിയും വാടകയും ഡ്രൈവർക്ക് പ്ലസ് AC റൂമും നിശ്ചയിച്ചു കൊടുത്തത് സർക്കാരാണ്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഈ ഗൂഡ്സ് കാരിയറിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സംസ്ഥാന സർക്കാർ ഒറ്റയടിക്ക് ടാക്സ് കെട്ടണമെങ്കിൽ 16,000, 14,000, 19,000, 24,000 രൂപ വരെയൊക്കെ ഒരു ദിവസം എനിക്ക് എത്ര കോള് വരുന്നുണ്ടെന്നാണോ? ഞാൻ ഇതെന്താ ചെയ്യേണ്ടത്? ക്ഷേമനിധി അതോ ടാക്സ് കട്ടണമെങ്കിൽ ക്ഷേമനിധി കട്ടണം എന്നാണ് പറയുന്നത്. ഇത് ഫുള്ളായിട്ട് കെട്ടിയില്ലെങ്കിൽ ടാക്സ് കട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട എൻ്റെ സംസ്ഥാന സർക്കാർ ഇത് നിർത്തിയിട്ടു. ഇപ്പം 4 ദിവസം ഒരു ലോറി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ലോറിക്കാരന് 4 ദിവസം ടാക്സ് എന്തായാലും അവൻ കട്ടണം. ഈ ലോറി ഓടുമ്പോൾ കിട്ടുന്ന ഇന്ധനത്തിൽ നിന്ന് കിട്ടുന്ന നികുതി അടക്കം നിൽക്കില്ലേ? അപ്പോൾ എൻ്റെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങൾ ക്ഷേമനിധി കൊടുക്കുകയും ഡ്രൈവർമാർക്ക് ആനുകൂല്യമുള്ള കാര്യത്തിനൊന്നും ഞാനെതിരല്ല. പക്ഷേ ഈ ഗൂഡ്സ് കാരിയറിന് അടിസ്ഥാനമായിട്ട് കിലോമീറ്റർ വാടകയും മിനിമം വാടകയും ആൾട്ടിങ് നിശ്ചയിക്കണം. അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾക്ക് മുകളിലേക്ക്, അതായത് 5 ടണ്ണിൻ്റെ മുകളിലേക്ക് വരുന്ന എല്ലാ വാഹനത്തിൻ്റെ ഇൻവോയ്സ് ബില്ല് അതാത് വാഹനങ്ങളുടെ പാസിങ് എത്രയാണോ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ വക ദുരന്തങ്ങൾ നമുക്ക് വരില്ല. പിന്നെ അതുകൂടാണ്ട് നമ്മളെ സംസ്ഥാനത്ത് ഇപ്പം ഞാൻ 3 വണ്ടി എടുക്കുന്നവനാണെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ചെയ്യില്ല. കാരണം എനിക്ക് ഈ സംസ്ഥാനത്ത് നിന്ന് ഒരു ആനുകൂല്യം തരുന്നില്ല. കാരണം ടാക്സിൽ വർധനവ്. എനിക്ക് കർണാടകയിൽ ഒരു വർഷം എനിക്ക് 18,000 ഉറുപ്പ്യ വേണമെങ്കിൽ ഇവിടെ 22 ചില്ലറയും വേണം. 5,000 ഉറുപ്പ്യയുടെ മാറ്റങ്ങളാണ് വരുന്നത്. പ്രതിവർഷം ഞാൻ അങ്ങനെ വെച്ച് 15 കൊല്ലാണ് ഒരു വണ്ടിൻ്റെ ആയുസ്. ഒരു വർഷം 4 ക്വാർട്ടർ ടാക്സ്. ഈ 4 ക്വാർട്ടർ ടാക്സിന് 18,000, 22,000 വെച്ചിട്ട് 15 കൊല്ലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 7 ലക്ഷം ഉറുപ്പ്യക്ക് ഒന്നും കാണാൻ എൻ്റെ കുടിയിലേക്ക് വെക്കാം. ഈ സംസ്ഥാന സർക്കാരിന് ഞാൻ കൊടുക്കാം. എനിക്ക് വേണ്ടത് ഇവർ ചെയ്യേണ്ട ഇപ്പോൾ ഈ ക്ഷേമനിധിയിൽ ഇപ്പോൾ ഇവർ കാണിച്ചിട്ടുള്ളത്, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമനിധി കംപ്ലീറ്റ് അടക്കണം എന്നാണ് പറയുന്നത്. അതായത് തെറ്റിയത് കംപ്ലീറ്റ് അടച്ചാലും ഇനി ടാക്സ് അടച്ചു തരുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവരുന്നുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയിട്ടുള്ള എന്നുള്ളത് സർക്കാർ പുനഃപരിശോധിക്കണം. കാരണം പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടായിരിക്കണോ. ഒന്നില്ലെങ്കിൽ ഓരോ ഗഡുക്കളായിട്ട് അടക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് വാഹനങ്ങളുടെ ടാക്സ് അടപ്പിച്ചിട്ട് ആ വാഹനങ്ങളിൽ നിലത്തോടുമ്പോൾ സർക്കാരിനാണ് ഗുണം. കാരണം ഇന്ധനം അടിക്കുമ്പോൾ കിട്ടുന്ന ടാക്സിനെക്കാട്ടിയും ക്ഷേമനിധിനെക്കാട്ടി കൂടുതൽ ലാഭമാണ്. 27% ഡീസൽ വന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത്, 32% പെട്രോളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് രണ്ടും നിൽക്കല്ലേ? ഈ വാഹനം ടാക്സ് അടക്കാണ്ട് റോഡിലേക്ക് ഓടാൻ പറ്റുമോ? ഈ ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരൻ 14,000 ഉറുപ്പ്യാണ് ക്ഷേമനിധി കെട്ടാണ്ട്. രണ്ടും, അതായത് ഈ കൊറോണ വന്നതിൻ്റെ ഇതുവരെയുള്ള സിസ്റ്റം കംപ്ലൈൻറ്റ് ഒന്നുമില്ല. കേന്ദ്ര സർക്കാർ നിർത്താൻ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ സംസ്ഥാനം ഓൾ കേരള രജിസ്ട്രേഷനാക്കി. ഈ വർഷം ലാസ്റ്റ് വരാൻ പോകുന്ന ഓൾ ഇന്ത്യ രജിസ്ട്രേഷനാണ്. എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാം. അതിൻ്റെ മുമ്പുള്ള പിരിവാണ് എന്നുള്ളതാണ് ഇവരോട് പറയാനുള്ളത്, ജനങ്ങളോട് പറയാനുള്ളത്. കാരണം ഇവർ കാണിക്കുന്നത് അനുചിതത്വമാണ്. കാരണം സർക്കാരിനെ നമ്മൾ വിമർശിക്കുമെന്നല്ല ഈ രാഷ്ട്രീയക്കാർക്ക് ഞാൻ പറയുമ്പോൾ പൊള്ളലാകും. കാരണം ക്ഷേമനിധിൻ്റെ ബോർഡിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഈ രാഷ്ട്രീയ കഴുതകൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് എന്നോട് വിയോജിപ്പും എതിർപ്പും ഉണ്ടാവും. പക്ഷെ ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തപ്പളഞ്ഞ് പറയേണ്ടത് നാളെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ? ഇന്നൊരു ലോറി ഡ്രൈവറിൻ്റെ അവസ്ഥ ഇതിങ്ങനെയാണ്. ഈ സാധാരണ ഒരു പെട്ടി ഓട്ടോറിക്ഷക്കാരെ എങ്ങനെ ജീവിക്കണം എന്നുള്ള സംസ്ഥാന സർക്കാർ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി അപകടമാണെന്ന് പറയും. എന്തൊക്കെ നിയമം ഇവിടെ നടപ്പിലാക്കി? ഇതെല്ലാം നടന്നോ? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കണ്ണിപ്പൊടി ഇടുന്നത്? ഈ ലോറി പ്രസ്ഥാനം അല്ലെങ്കിൽ ഗൂഡ്സ് കാരിയർ പ്രസ്ഥാനം ഇവിടെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ സംസ്ഥാനത്തിന് ടാക്സ് കിട്ടും. അന്യ സംസ്ഥാനത്തിന് പോയി രജിസ്ട്രേഷൻ ചെയ്ത് ആ അന്യ സംസ്ഥാനത്തിനെ കിട്ടുള്ളൂ. നിങ്ങൾ ക്ഷേമനിധി മേടിച്ചോളി, ഡ്രൈവർമാർക്ക് ആനുകൂല്യം കിട്ടട്ടെ. നിങ്ങൾ അടിയന്തരമായിട്ട്
ഈ വാടക ആൾട്ടിങ് വാടക മിനിമം വാടക നിങ്ങൾക്ക് ലോറികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു ജീവിതത്തിലും കിലോമീറ്റർ വാടക അടിസ്ഥാനം ഇന്ത്യയിൽ വരുത്താൻ കഴിയില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഉള്ളിലല്ല, ഇന്ത്യൻ്റെ ഉള്ളിലാണ് കേരളം. 28 സ്റ്റേറ്റ് ഉണ്ട്, 27 സ്റ്റേറ്റും അംഗീകരിക്കില്ല. അംഗീകരിക്കുമോ? എവിടുന്ന് അംഗീകരിക്കാൻ പോകണം? അപ്പോൾ ഇവിടെ നടപ്പിലാക്കുക. ഇവിടെ അതുപോലെ തന്നെ നാഷണൽ പെർമിറ്റിലൊരു നിയമമുണ്ട്. ചെറിയ വണ്ടിക്കാരനോടുകൂടിയൊക്കെ പറയാനുള്ളത്, സംസ്ഥാന സർക്കാരിനോടും പറയാനുണ്ട്. 2018 വന്നിട്ടുള്ള നിയമം, അതായത് നാഷണൽ പെർമിറ്റ് ബർത്ത് വണ്ടിക്ക് കൊടുക്കുക. എല്ലാ വണ്ടിക്കും 2018 ശേഷമാണ് ഇവിടെ നാഷണൽ പെർമിറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. ബർത്ത് ഇല്ലാത്തൊരു വണ്ടിക്ക് നാഷണൽ പെർമിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 2018 ശേഷം ബർത്ത് ഇല്ലാത്ത വണ്ടി പൂർണ്ണസേന അടക്കം ഈ നാഷണൽ പെർമിറ്റ് കൊടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. നാഷണൽ പെർമിറ്റ് ഓരോരുത്തർ കയറ്റി ഓരോ ഇറക്കുക എന്നുള്ള നിയമം അത് നടപ്പിലാക്കി. ഇല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ചെറിയ പെട്ടി വണ്ടിക്കാർ ഇറങ്ങണം, റോട്ടിൽ ഇറങ്ങി തടുക്കുക തന്നെ വേണം. അത് നിയമമാണ്. നമ്മൾ ആരും വികാരം കൊള്ളിക്കുമെന്നല്ല. ഇതിന്റെ പേരിൽ ആര് വരില്ല, അതിന്റെ പ്രൂഫിന്റെ കയ്യിലുണ്ട്. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ, അതായത് വണ്ടി അടവ് തെറ്റി പിടിച്ചുകൊണ്ടുപോവാണെങ്കിൽ, അന്യായമായി പിടിച്ചുകൊണ്ടുപോവാണെങ്കിൽ, അതായത് കേരളത്തിൽ വെച്ച് പിടിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ തൂക്കുന്ന അല്ലെങ്കിൽ വണ്ടി അടക്കം ഗുണ്ടായിസം കാട്ടി തൂക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് നല്ലൊരു മറുപടി തന്നെയാണ് ഈ ഓർഡർ. ഞാൻ വീണ്ടും പറയാണ്, ആർക്കെങ്കിലും വണ്ടികൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിയമസഹായം വേണമെങ്കിൽ റഹ്മാനുമായി ബന്ധപ്പെടാം. അപ്പോൾ നിർത്തുകയാണ്. നന്ദി. തീർച്ചയായിട്ടും എല്ലാ ഹെൽപ്പും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇതൊക്കെ ഇല്ലീഗലാണ്. ഇത് ലീഗലായിട്ട് നമുക്ക് ജീവിക്കാം.